എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. ഇവിടെ 400 അടിക്കും, നിങ്ങൾ 300 അടിക്കുന്ന ഇവിടെ എല്ലാരും പറയാറ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? അതല്ല പറഞ്ഞതേ, മോദി 400 അടിച്ച് അധികാരത്തിൽ വരും. മോദിക്കും അമിത്ഷായ്ക്കും പോലും ഇല്ല ഇത്രയും ആത്മവിശ്വാസം. നമ്മൾ അതിനുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ, ഒരുപാട് കാര്യങ്ങൾ മോദി പണി എടുത്തിട്ടുണ്ട്, പക്ഷേ 400 കുറച്ച് പാടായിരിക്കും. ബെറ്റുണ്ടോ ഇക്കാര്യത്തിലുണ്ട്. 400 മുകളിൽ മോദിക്കും NDAക്കും സീറ്റ് കിട്ടിയാൽ രേണുക മീശ വെച്ച് ഓൺ എയർ ബെറ്റിന് ഞാൻ തരാം. ശരി. പകരം മോദി 400 അടിച്ചില്ലെങ്കിൽ 4-ാം തീയതി മീശ എടുത്ത് വാർത്ത വായിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ശരി, സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. 4-ാം തീയതി ഇവിടെ ഉണ്ടാവണം. അപ്പോ 4-ാം തീയതി ഇവിടെ ഉണ്ടാവണം. ഉറപ്പായിട്ടും. ഓക്കെ, കാണാം. പോൾപ്പയറ്റ് തുടരുകയാണ്. എന്നോടൊപ്പം KP അഭിലാഷും അപർണയും രേണുകയും TG സജിത്തും ഉണ്ട്. നമുക്കിനി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകാം അല്ലേ? ഏതാണ് സഹിത മറ്റു സംസ്ഥാനം? അതായത് നമ്മൾ ഈ UP കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ സംസ്ഥാനം അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കും. കാരണം ഏത് സംസ്ഥാനത്ത് നിന്നാണ് കൂടുതൽ ലഭിക്കുക എന്നതാണല്ലോ ഇന്ത്യ മുന്നണി പറയേണ്ടത്. അല്ല, ആത്മവിശ്വാസമല്ല, അഹങ്കാരം. സർവേ ഫലങ്ങൾ കഴിഞ്ഞ സർവേക്ക് ശേഷമാണ്. പക്ഷേ ഈ അണികളിൽ മാത്രമല്ല ഈ അഹങ്കാരം. അവരുടെ സ്ട്രാറ്റജി, ഇപ്പൊ മോദി അമിത്ഷാ സ്ട്രാറ്റജി നോക്കുക. അവർ ഒരു തരത്തിൽ ഒരു ദിവസം പോലും അമിത ആത്മവിശ്വാസമോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഇത് ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, എങ്ങനെ അതിന് ഒരുക്കം നടത്തണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നത് BJP കണ്ടു തന്നെ പഠിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇക്കാര്യം ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾ എന്താ എങ്ങനെ ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണം, എങ്ങനെ രാജ്യം ഭരിക്കണം എന്നറിയാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളത്. എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ 400 പാർ മോദി ആദ്യം പറഞ്ഞു, പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം കെടുത്തി. ഖർഗയ്ക്ക് പോലും അങ്ങനെ പറഞ്ഞ് പിന്നെ തിരുത്തി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ആ ആലസ്യത്തിൽ നിന്ന് അവർ ഉണരുമ്പോഴേക്ക് ഒരു മൈലേജ് എടുത്തു. അതിനുശേഷമാണ് പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം വീണ്ടും തിരിച്ചറിയുന്നത്. എനിക്ക് തോന്നുന്നു അത് BJP തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു അന്തരീക്ഷമാണ്. കാരണം അവരുടെ പ്രവർത്തകരെ കുറച്ചുകൂടി ഊർജ്ജസ്വലരാക്കാൻ, തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറച്ചുകൂടി ഞങ്ങൾ ഒരു പിന്നിലോട്ട് പോകുമോ എന്നൊരു ചിന്ത അവരിൽ ഉണർത്തി അവരെ കുറച്ചുകൂടി ഡബിൾ എഞ്ചിനാക്കി അവരെ പണിയെടുപ്പിക്കാൻ വേണ്ടി ചെയ്ത ടാക്ടിക്സ് ആണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും എക്സിറ്റ് പോളിലൂടെ അമിതാത്മവിശ്വാസം എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നാളെ പാർട്ടികളൊക്കെ സന്നദ്ധ സംഘടനകളായി മാറണം. അതാണ് ഇപ്പോഴത്തെ അപ്പോഴാണ് ജനാധിപത്യം തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് മത്സരിക്കുന്നത്. അണികൾ എന്ന് എടുത്തു പറഞ്ഞു. അതാണ് നമ്മൾ ദക്ഷിണേന്ത്യയിലൊക്കെ കാണാറുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അണികൾ എന്നുണ്ട്. സാരാംശം ഒന്നേ ഉള്ളൂ, പണി അറിയാവുന്ന പാർട്ടി BJP മാത്രമേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. അവിടെ നിൽക്കും. നമുക്ക് ഇനി ഇപ്പൊ മഹാരാഷ്ട്രയിലേക്ക് പോവാം. 47 സീറ്റുകൾ അല്ലേ അഭിലാഷേ? 48. മഹായുതി സഖ്യം, BJP സഖ്യം, ഇന്ത്യ സഖ്യത്തിന് ഞാൻ കരുതുന്ന ഇന്ത്യ സഖ്യത്തിന് പൊളിറ്റിക്കലിയും അല്ലാതെയും ഞാൻ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കലി എന്ന് പറയുന്ന അവിടെ ഒരു റിവെഞ്ചിന്റെ കഥ കൂടിയുണ്ടല്ലോ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ. ആ റിവെഞ്ച് തീർക്കാനുള്ള അവസരമായി NCPക്കും ഒപ്പം ഉദ്ധവ് താക്കറെക്കും അവസരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഒരു പക്ഷേ ആ സംസ്ഥാനത്തിന്റെ ഒരു മജോറിറ്റി സീറ്റിലേക്ക് ആര് വരും എന്നതിൽ ഞാൻ ഒരു തർക്കത്തിലേക്ക് വരുന്നില്ല. രണ്ട് കൂട്ടരും ഈ എക്സിറ്റ് പോളുകളെല്ലാം തള്ളിയ ഒരു സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ട്. അതെ, കാരണം ഇപ്പോഴത്തെ കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷെ കാരണം ആ ചിത്രം ഉണ്ടായിരുന്ന ചിത്രമല്ല പിന്നീട് സംഭവിച്ചത്. പക്ഷേ പൊളിറ്റിക്കലി ഇത്തവണ ഇന്ത്യ മുന്നണി തെളിയിക്കപ്പെടുക തന്നെ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മഹാരാഷ്ട്രയിൽ മാറും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാരാഷ്ട്ര അവിടെ ഒരു പ്രാദേശിക വികാരം ഉള്ള ഇടമാണ്. ആ വികാരത്തിനെ വിഘാതമായി അല്ലെങ്കിൽ അതിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് പാർട്ടികളെ വിഘടിപ്പിച്ച BJPയുടെ നടപടി. അങ്ങനെ ഒരു വികാരമുണ്ട്, അത് പ്രതിഫലിക്കും വോട്ടെണ്ണലിൽ എന്നാണ് എല്ലാവരും കരുതുന്നത്. എല്ലാ അനാലിസിസും അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. ഈ 48-ൽ ഈ പാർട്ടികളെ വിഭജിച്ചില്ലായിരുന്നു എങ്കിൽ വലിയൊരു ശതമാനം, മീൻസ് ഒരു 40 വരെയൊക്കെ ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ടുന്ന ഒരു സംസ്ഥാനമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് ഇത്രയും നടക്കുന്നത്. അത് വളരെ ഫലപ്രദമായി നടത്തിയെന്ന് അവർ അവകാശപ്പെടുമ്പോൾ പോലും ഉണ്ടായിട്ടുള്ളൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ വിഷയങ്ങളാണ്. അങ്ങനെ ഒരു പ്രാദേശിക വികാരം അതിനെതിരായി വരുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിച്ച അത്ര റിസൾട്ട് അവിടെ ഉണ്ടാകില്ല BJPക്ക് എന്നതാണ് കരുതുന്നത്. മറ്റൊന്ന് ഈ കാർഷിക പ്രശ്നം. ഈ വിദർഭ പോലെയുള്ള മേഖലകളിലൊക്കെ അത് വലിയ ഇഷ്യൂ ആണ്. അവിടെ ഒരു നേട്ടം ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുണ്ടാകുമെന്നാണ്. മറ്റൊന്ന് ഈ പ്രകാശ് അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അവർ പിടിക്കുന്ന വോട്ട് അത്
പക്ഷേ ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അത് അവർക്ക് ചില ഇടങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടേണ്ടുന്ന വലിയൊരു സംസ്ഥാനമായിരുന്നു. പക്ഷേ അവിടെ ചില നിർണായക നീക്കങ്ങൾ നടത്തി അതിന് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കുറച്ച് നേട്ടമുണ്ടാക്കാൻ അവിടെ കഴിയും എന്ന് നാളെ 8 മണി വരെയുള്ള ആത്മവിശ്വാസം. ശരി, അല്ല, ഇതിന് മഹാരാഷ്ട്രയിൽ എനിക്ക് അത്ര ആത്മവിശ്വാസം കുറച്ച് കുറവുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ അത് വേറൊന്നും കൊണ്ടല്ല, ആ തരത്തിലുള്ള അതങ്ങനത്തെ ഒരു ഭിന്നതയല്ല. അതൊരു ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഏത് തരത്തിൽ ഒരു രണ്ട് പാർട്ടിയെ ഉണ്ടാക്കിയ പിളർപ്പ്, ആ നടത്തിയ ഓപ്പറേഷൻസ്, ആ തരത്തിൽ ആ ഒരു ശക്തി ഏത് തരത്തിൽ ക്ഷയിപ്പിക്കാൻ നടത്തിയ ഒരു നീക്കങ്ങളൊക്കെ കുറെയൊക്കെ അത് രേണു നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമായിരുന്ന ആ ഒരു പ്രതീക്ഷയുടെ അളവ് കുറച്ച് കുറച്ചിട്ടുണ്ട് എന്ന സത്യമാണ്. മഹായുദ്ധ സഖ്യത്തിന് സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ കടക്കില്ല എന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. മഹാരാഷ്ട്രയെ കുറിച്ച് ഞാൻ വിലയിരുത്തുന്നത് ഒന്ന് ഏറെ കൗതുകകരമാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഞാൻ സൂചിപ്പിച്ചു, അതായത് നേരത്തെ തന്നെ പറഞ്ഞൊരു വിഷയമാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. ഈ വികസനമോ അത്രയും വിഷയങ്ങളോ ഒന്നും അല്ലാത്ത ചില വാദങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സത്യത്തിൽ ബി ജെ പിയേക്കാൾ എത്രയോ വലിയ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ് ശിവസേന. ആ ശിവസേനയുടെ ഒരു വിഭാഗം ക്രൗഡ് പുള്ളർ ഇപ്പൊ ആരുടെ കൂടെയാണ്? ഇന്ത്യ സഖ്യത്തിന്. NCP എങ്ങനെ രൂപം കൊണ്ട പാർട്ടിയാണ്? NCP എങ്ങനെ രൂപം കൊണ്ട പാർട്ടിയാണ്? അല്ല, ഞാൻ പറഞ്ഞു NCP എങ്ങനെ രൂപം കൊണ്ട പാർട്ടി? സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്നപ്പോൾ ഉദ്ധവ് താക്കറെ എന്ന വ്യക്തിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഏതെങ്കിലും BJP നേതാക്കളുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? അത്രമേൽ വലിയ മഹാരാഷ്ട്രവാദവും ഹൈന്ദവവാദവും ഉന്നയിക്കുന്ന മുസ്ലിം വോട്ടുകളും ഇത്തവണ ഉദ്ധവിനെയാണ് അവർ ഏറ്റവും വലിയ പ്രതീക്ഷ. അല്ല, അപ്പോൾ നിങ്ങൾ ഉദ്ധവിനെ ന്യായീകരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞുള്ളൂ, ഇതാണ് ഞാൻ പറഞ്ഞുള്ളൂ. അതായത് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിനും വർഗീയവാദം പറയുന്നവരോട് വിയോജിപ്പില്ല. അവരുടെ നിലപാടുകൾ അതിനുശേഷം ഒരുപാട് മാറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഇനി ഞാൻ അതിലൊരു തർക്കത്തിനില്ല. എനിക്ക് പിടിതരാത്ത ഒരു സംസ്ഥാനം ഞാൻ വളരെ കൃത്യമായി ഈ BJP നടത്തുന്ന ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം മഹാരാഷ്ട്ര തന്നെയാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദത്തിന്റെ അങ്ങേയറ്റത്തെ പാർട്ടി ശിവസേന. രണ്ട്, സോണിയാഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചിറങ്ങി വന്ന ശരത് പവാർ. ഇങ്ങനെയുള്ള ആൾക്കാരോട് കൂട്ടുചേർന്നാണ് നിങ്ങൾ മഹാരാഷ്ട്രയിൽ മുന്നോട്ട് പോകുന്നത്. സ്ഥിരം ശത്രുക്കൾ ഇല്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും അതായത് അംഗബലം പരിശോധിച്ചാൽ MP-മാരും MLA-മാരും ഈ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തിക്കൊണ്ടു പോയത് NDA-യിലേക്കാണ്. അജിത് പവാറിന്റെ NCP ആണ് കൂടുതൽ അംഗങ്ങളെ എത്തിച്ചത്. പക്ഷേ ഇപ്പോഴും NCP എന്ന വികാരത്തെ കൊണ്ടുനടക്കുന്നത് ശരത് പവാറാണ്. മറുഭാഗത്ത് ശിവസേന പരിശോധിച്ചാൽ ശിവസേനയെ ഷിൻഡെയാണ് മുറിച്ചു കൊണ്ടുപോയത്. ഷിൻഡെക്കാണ് ആൾബലം കൂടുതൽ. പക്ഷേ ശിവസേന എന്ന വികാരം ഉദ്ധവ് താക്കറെയാണ്. യഥാർത്ഥത്തിൽ ഇത് തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രണ്ട് ശിവസേനകൾ തമ്മിൽ, രണ്ട് NCP-കൾ തമ്മിൽ ഉള്ള ഒരു ഏറ്റുമുട്ടലാണ്. അവിടെ ഈ സ്വത്വവാദം, അത് ഞാൻ രണ്ട് സംസ്ഥാനങ്ങളെയാണ്, ഒന്ന് മഹാരാഷ്ട്രയും മറ്റൊന്ന് തമിഴ്നാടും. അവിടെയാണല്ലോ ഈ സ്വത്വവാദത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഉണ്ടാകാൻ സാധ്യതയെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിലൊരു നമ്പർ പ്രൊഡിക്ട് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും അത്ര മോശമാകുന്ന പ്രകടനമായിരിക്കില്ല. കാരണം അവർ ഈ സംവിധാനത്തെ മുഴുവൻ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ BJP. അത് ആണ് അവരുടെ രാഷ്ട്രീയ തന്ത്രം. ഞാൻ മഹാരാഷ്ട്ര അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ മുന്നണി ഒരു ബദലാകുമോ എന്ന തോന്നലിൽ BJP എടുത്ത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം അത് NCP-യിലെ അവസാനത്തെ ഒരു പിളർപ്പ് കൂടിയായിരുന്നു. അത് ഒരുപക്ഷെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും ഒടുവിൽ അത് സംഭവിച്ചെന്ന് തോന്നുന്നു. രാജ്യത്ത് സംഭവിച്ച ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കം കൂടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര ആ തരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. ഇതിലിപ്പോൾ ശരത് പവാർ ആകട്ടെ ഉദ്ധവ് താക്കറെ ആകട്ടെ രേണുക വലിയ ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താകുമെന്നുള്ളതും അടുത്ത 2029 തെരഞ്ഞെടുപ്പിൽ എവിടെയാകും എന്നുള്ളതും അങ്ങനെ ഒരു ടീമാണ്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവായിട്ടല്ല നിൽക്കുന്നത്. ഇതിനോടകം തന്നെ സജിത്ത് ഒരുപാട് തവണ പറഞ്ഞു ജനാധിപത്യവാദികൾ ആ ഒരു പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്
പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് എന്നതാണല്ലോ നമ്മൾ ഈ മഹാരാഷ്ട്രയുടെ അനുഭവം ചർച്ച ചെയ്തത്. ഇവിടെ നോക്കൂ, ഈ പറയുന്ന ഇപ്പൊ രണ്ട് പാർട്ടികൾ വിഭജിക്കുന്നു, പക്ഷേ അവരുടെ യഥാർത്ഥ ചിഹ്നം ഉൾപ്പെടെയുള്ളത് കിട്ടാത്ത അവസരമൊക്കെ ഉള്ളപ്പോൾ പോലും ജനങ്ങളുടെ വികാരം അതാണ്. അത് പ്രതിഫലിക്കുമോ എന്നത് നമുക്ക് നോക്കാം. അല്ലാണ്ട് ഞാനിപ്പോ NCPയുടെയോ ശിവസേനയുടെയോ ഒന്നും വക്താവായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. ആ പാർട്ടികളെ പിളർത്തി രാഷ്ട്രീയ നേട്ടം എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കാര്യങ്ങളാണ്. അവിടെ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതെങ്ങനെ വോട്ടായി പ്രതിഫലിക്കുന്നത് അവിടെ ഒരു നേട്ടം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് നടന്നത്? അവിടെ കോൺഗ്രസും ഈ പറയുന്ന രണ്ടു വിഭാഗവും ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ രൂപീകരിക്കുമ്പോൾ ഷിൻഡെ പോയിട്ടൊന്നുമില്ല. സംസ്ഥാന സർക്കാർ രൂപീകരിച്ചപ്പോ കോൺഗ്രസും NCPയും ഈ ശിവസേനയുമായിരുന്നു സഖ്യം. അതാണ് രാഷ്ട്രീയ തന്ത്രം. നമുക്ക് അടുത്ത സ്റ്റേറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക ഒരുപക്ഷെ BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന് അല്പമൊന്ന് ക്ഷീണം ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനങ്ങളൊന്ന് മഹാരാഷ്ട്ര ആയിരിക്കും. അതൊരു വിവിധ സാഹചര്യങ്ങൾ. കാരണം നേരത്തെ പറഞ്ഞ ഉദ്ധവ് താക്കറേക്കും നമുക്ക് മഹാരാഷ്ട്ര വേണ്ട 400 കടക്കാൻ. അല്ലല്ല മഹാരാഷ്ട്ര അല്പം ഒന്ന് ക്ഷീണം സംഭവിക്കാൻ എന്ന് വലിയ തട്ടുകേടല്ല. പക്ഷെ അവിടെ സംഭവിക്കുന്നത് BJPയുടെ നോക്കൂ BJPയുടെ സീറ്റ് അല്ല കുറയുക. NCPയുടെയും BJPക്ക് ഒപ്പമുള്ള NCPയുടെയും ശിവസേനയുടെയും സീറ്റ് കുറയും. BJPക്ക് സീറ്റ് കുറയില്ല എന്നുള്ളതാണ്. അത് കുറയില്ല. അജിത് പവാറിനൊക്കെ അനുവദിച്ചിട്ട് 4 സീറ്റ് മാത്രമേ ഉള്ളൂ. 6 സീറ്റ് അജിത് പവാറിന് 6 മറ്റൊരു 17 സീറ്റ് മത്സരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. കുറയുന്നത് BJPയുടെ സീറ്റ് ആയിരിക്കില്ല, ഒപ്പമുള്ളവരുടെ സീറ്റ് കുറഞ്ഞേക്കാം. NDA സഖ്യത്തിന് മൊത്തത്തിൽ സീറ്റ് കുറയുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര ആയിരിക്കും. മറ്റൊന്ന് ബീഹാർ. ഏറ്റവും ഇഷ്ടപ്പെട്ട തേജസ്വി യാദവ് അതാണെന്ന് തോന്നുന്നു. ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, നിങ്ങൾ കാണിച്ച ഇന്ത്യയെ കാണിച്ച രാഷ്ട്രീയ വല വീശിപ്പിടിക്കലും അല്ലെങ്കിൽ രാഷ്ട്രീയ വഞ്ചന, അല്ല രണ്ടു ഭാഗത്തുനിന്ന് രാഷ്ട്രീയ വഞ്ചന. JDU എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയൊക്കെ അവസാന ഘട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. ഇത്തവണ ശരിയായിരിക്കും, മുൻതൂക്കം കിട്ടുന്നത് BJP + JDU സഖ്യത്തിന് തന്നെയായിരിക്കും എന്നുള്ള തർക്കമൊന്നുമില്ല, അത് സമ്മതിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഈ രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മ കാണിച്ചതിന് JDUവിന് ഈ തെരഞ്ഞെടുപ്പിൽ വില കൊടുക്കേണ്ടി വരും എന്നാണ് സംശയം ചോദിച്ചോട്ടെ. അപർണ പറഞ്ഞ ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സംശയം ചോദിച്ചോളട്ടെ. ജോസ് കെ മാണിയെ LDF വലവീശി പിടിച്ചതാണോ? ജോസ് കെ മാണി ഇതുപോലെ ഇതാണ് വിഷയം. അതായത് നമ്മൾ കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാം. ജോസ് കെ മാണി എങ്ങനെയാണ് പ്രവർത്തിച്ചത്? UDFന്റെ ഭാഗമായിരുന്ന ജോസ് കെ മാണി പിന്നീട് LDFലേക്ക് എത്തുന്നു. നിതീഷ് കുമാർ ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന് തുടക്കം കുറിച്ചത്, അല്ലേ? നിതീഷ് കുമാർ അല്ലേ തുടക്കം കുറിച്ചത്? ഇതെല്ലാം നിതീഷ് കുമാർ. ഈ നിതീഷ് കുമാറിനെ അല്ലെ ഇങ്ങനെ വല വീശുമ്പോൾ ഇങ്ങനെ കുറെ പരലുകൾ വന്നു ചേരുന്നത്. നിതീഷ് കുമാർ എങ്ങനെയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി ഈ ടേമിലായത്? 6 വോട്ട് വാങ്ങിയാണ്, ആർക്കൊപ്പം മത്സരിച്ചാണ്. അപ്പൊ വഞ്ചിച്ച ആരാണ്? നിതീഷ് കുമാർ ആണോ BJP വഞ്ചിച്ചത്? BJP ഞാൻ ഈ പറഞ്ഞത് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിലും. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയേക്കും എന്ന് വരെ പ്രവചിക്കപ്പെട്ട നിതീഷ് കുമാർ ഇത്തവണ BJP JDU സഖ്യത്തിന്റെ പോസ്റ്ററുകൾ പോലും എവിടെയാണ് നിതീഷിന്റെ സ്ഥാനം? മോദി നിൽക്കുമ്പോൾ ഒരു താമര പിടിച്ച് പിറകിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ആ അവസ്ഥയിലാണ്. ഞാൻ ഇതിലും BJP കുറ്റം പറയുന്നില്ല. JDU will pay. JDU will have to pay. സംഭവിച്ചോട്ടെ, പല ഘടകകക്ഷികളെയും BJP വിഴുങ്ങിയെന്നിരിക്കും, NDA സഖ്യത്തിനൊപ്പം ചേർന്നിരിക്കും. ഉറപ്പാണ്. 2024 ജൂൺ 4 കഴിയുമ്പോൾ BJP തന്നെ രാഷ്ട്രീയം. മറ്റ് ചെറിയ പാർട്ടികളെ ഉപയോഗിക്കുകയാണ്. ഉപയോഗിച്ച് നിങ്ങളുടെ രാഷ്ട്രീയം എവിടെയാണ് ജനാധിപത്യ മര്യാദ? എവിടെയാണ് രാഷ്ട്രീയം? എന്തും കാണിച്ചു ജയിക്കുമെന്നാണോ? ഞങ്ങൾ എന്തും കാണിക്കും, ജയിക്കാൻ ഒരു നിമിഷം ഞാൻ ചോദിച്ചത്, ഡൽഹിയിൽ പുതുതായി രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് AAP. നാളെ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ രൂപം കൊള്ളാം. പല രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതെയാകും.
അതിനർത്ഥം ജനാധിപത്യം ഇല്ലാതായി എന്നാണോ? അല്ല, ഇല്ലാതാക്കലും ഇല്ലാതാക്കലും നിങ്ങൾ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ അതായത് ഇന്ത്യ സഖ്യത്തിലേക്ക് പോകാൻ നിതീഷ് കുമാറിനുള്ള അതേ അവസരം മാത്രമാണ് NDA സഖ്യത്തിലേക്കും പോകാനുള്ളൂ. അത് നിതീഷിന്റെ ചോയ്സ് ആണ്. അഭിലാഷ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവർക്ക് ആരുടെ ഒപ്പം കൂട്ടുകൂടാനുള്ള സ്വാതന്ത്ര്യം അതിനെ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ പണം കൊടുത്ത് വാങ്ങുന്നു എന്നതിനെയാണ് കുറ്റം പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് മാറ്റുക, മറ്റൊരു പാർട്ടിയുമായി കൂട്ടുകൂടുകയോ ചെയ്യുന്നതിനെതിരെ അല്ല. ആര് പണം കൊടുത്തു? സ്വമേധയാ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ പണം വാങ്ങി നമ്മളോട് പോകുന്ന ചേർന്ന് രാഷ്ട്രീയ പാർട്ടികളല്ല ഞാനൊരു കാര്യം പ്രശ്നം. പറയട്ടെ, അല്ല, ഇത് ആര് പരസ്യമായി പണം കൊടുക്കുന്നതല്ലല്ലോ. രേണുകയോട് ആരെങ്കിലും പറഞ്ഞോ പണം കൊടുത്തു? പണം വാങ്ങി ആരെങ്കിലും പറഞ്ഞു? പണം തന്ന ആരെങ്കിലും പറഞ്ഞു? രേണുക, ഒരു നിമിഷമല്ല. വെറുതെ ഈ വ്യാജ കേരളത്തിൽ ആരോപണം. നടക്കുന്നത് വെറുതെ അങ്ങനെ ആരോപണം. തന്നെയാണ്. അഭിലാഷ് പറഞ്ഞതിനുള്ള ഒരു മറുപടിയാണ്. പറയൂ. പറയുന്നത് കേൾക്കാനുള്ള ഒരു മാന്യത കാണിക്കണമല്ലോ. തീർച്ചയായും, ഇവിടെ തീർച്ചയായും. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അവർക്ക് ആരെങ്കിലുമായി കൂട്ടുചേരാനോ അവരെ വിട്ടുപോകാനോ ഉള്ള അവരുടെ ജനാധിപത്യപരമായ അവകാശത്തെ അല്ല ചൂണ്ടിക്കാട്ടുന്നതും കുറ്റം പറയുന്നതും. പക്ഷേ പണം കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികളെ വാങ്ങുകയും കുതന്ത്രത്തിലൂടെ അവർ രാഷ്ട്രീയ പാർട്ടികളെ പിളർക്കുകയും ഒക്കെ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയും നടപടിയെയുമാണ് കുറ്റം പറയുന്നത്. അത് മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ, ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഞാൻ പറയാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യം കണ്ട ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വലിയ ഓഫറുകൾ വന്നാൽ അത് സ്വീകരിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ജോലി ഞാൻ അവസാനിപ്പിക്കാം. രാജ്യം കണ്ട ഏറ്റവും വലിയ അവസരവാദിയാണ് നിതീഷ് കുമാർ എന്ന കാര്യം BJP തള്ളി പറയില്ല. ഞാൻ BJP ഇപ്പോൾ നിതീഷ് കുമാറിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം അവസരവാദിയാണെന്ന കാര്യം തള്ളിപ്പറയില്ല. ഇന്ന് നിതീഷ് BJP പാളയത്തിലാണെങ്കിലും നാളെ തിരിച്ചു വരും. മറ്റു സാധ്യതകൾ ഒരു നിമിഷം ഒറ്റ നിമിഷം സജിത്ത്, നിതീഷ് കുമാർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ജനാധിപത്യം പൂത്തുലയുന്നു എന്ന് പറയാം. നിതീഷ് കുമാർ ബിജെപിയിലേക്ക് വരുമ്പോൾ ജനാധിപത്യം മരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും നിതീഷ് കുമാറിനല്ല രാഷ്ട്രീയമെന്ന് ഈ NDA വന്നതിന് മുമ്പ് നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചു നോക്ക്. BJPക്കൊപ്പം ആര് വന്നാലും പണം കൊടുക്കുന്നത് ഇതുകൊണ്ട് ഗുണമുണ്ടാക്കാൻ പോകുന്നത് RJD ആണ്, അല്ലെങ്കിൽ കോൺഗ്രസുമാണ്, ഇന്ത്യ മുന്നണി. ഞാൻ പറഞ്ഞല്ലോ, മുൻതൂക്കം കിട്ടില്ല എന്നുള്ള കാര്യം. ബീഹാറിൽ വോട്ട് നില മാറും, തൂത്തുവാരില്ല, വോട്ട് നില മാറും. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അവിടെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരിക്കേണ്ടത് ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യം എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇപ്പോ നരേന്ദ്രമോദി പോലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തുകൊണ്ട് അത് മനസ്സിലാവാത്തെന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് മുന്നണി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതിലുള്ള പാർട്ടികളെല്ലാം 100% നല്ല പാർട്ടികളാണ്. അവരെല്ലാം നല്ല പ്രതിപക്ഷ പാർട്ടി ശക്തമായ ഒരു പ്രതിപക്ഷം ആവശ്യമുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഭരണവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ജനാധിപത്യം പുഷ്ടിപ്പെടുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഇവിടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി കുറെ പാർട്ടികൾ ഒന്നിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, നമ്മൾ പിന്തുണയ്ക്കും. അതിനൊപ്പമുള്ളവരെ വിഘടിപ്പിക്കുന്ന, അതും ഈ രീതിയിൽ പണം കൊടുത്തും പദവി കൊടുത്തും വിഘടിപ്പിക്കുന്ന കുതന്ത്രങ്ങളെ എതിർക്കുന്നു. രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് ഭരണപക്ഷത്തിന്റെ ദാനമായിട്ടല്ല, ജനാധിപത്യത്തിൽ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് വോട്ട് ചോദിച്ച് വോട്ട് നേടിയാണ് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടത്. ഇവിടെ ഇപ്പോഴും ഈ NDA BJP എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാതെ പോകുന്ന ഒരു പേരുണ്ട്. ലാലു പ്രസാദ് യാദവും അഴിമതി കേസിൽ തന്നെ അകത്ത് കിടക്കുന്ന ആളാണ്. ലാലു മാത്രം അങ്ങനെ ഒരു കൈ കൊടുത്തു പോയി എന്ന് പറയാനാവില്ല. ബാക്കി ഈ ഉത്തരേന്ത്യയിലെ ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിഷേധിക്കുന്നു. ഈ തുടർച്ചയായ അധികാരത്തിൽ വരാൻ പോകുന്നതും ഇടതുപക്ഷവും കോൺഗ്രസും രാജ്യത്ത് ഇല്ലാതാകാൻ പോകുന്നതും കൂടെ കാണും. ഒരു പേര് പറയും. മറുപടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ചോദിച്ച BJPയുമായി സഹകരിക്കാതെ വിവിധ ഘട്ടങ്ങളിൽ പോയിട്ടുള്ള ലാലു അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ എത്രയുണ്ട്? ഈ ആയാറാം ഗയാറാം എന്ന് പറയുന്ന സംവിധാനത്തിൽ BJPയുടെ കൂടെയെങ്കിലും പോകാത്ത എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്? പറഞ്ഞല്ലോ അഭിലാഷേ, ഒരു രാഷ്ട്രത്തിൽ ഒരു പ്രതിപക്ഷ നിര വേണം, ശക്തമായ പ്രതിപക്ഷം വേണം. അതുകൊണ്ട് ഈ പാർട്ടികളെല്ലാം എല്ലാ തരത്തിലും എല്ലാം തികഞ്ഞവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം ഇല്ലാതാകുന്നത് BJPയുടെ കുഴപ്പമൊന്നുമല്ല. തുടർച്ചയായി 3 തവണ അധികാരത്തിൽ വരാൻ പോകുന്നത് BJPയുടെ പറഞ്ഞല്ലോ, ആരൊക്കെയോ പണം കൊടുത്തില്ലാതാകുന്നല്ല. ഒന്നുമില്ലെങ്കിൽ
ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി, അതായത് ഞാൻ ഉദ്ദേശിച്ചത് കേസുകൾ വഴി ഞാൻ മനസ്സിലാക്കുന്നുള്ളത് ഇത്തരം ഭീഷണിയൊക്കെ പെടുത്തിയാൽ അങ്ങനെ അങ്ങ് പോകാവുന്നതേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രശ്നം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പശ്ചിമ ബംഗാൾ വരെ പോയിട്ട് ഇതിനെല്ലാം ഒരു മറുപടിയാവും കേട്ടോ പശ്ചിമ ബംഗാൾ. കാരണം ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയാൽ പോകും അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വാദം. എന്തായാലും മമതാ ബാനർജി പോയിട്ടില്ലല്ലോ, അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ പറ്റുമല്ലോ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക്. 26 വർഷം CPM ഭരിച്ച സംസ്ഥാനമാണ്. അപ്പൊ അതിനേക്ക് കുറച്ച് കൂടുതൽ പറയാൻ കാണും. പറയും അല്ല അതവിടെ നിൽക്കട്ടെ. മമതാ ബാനർജി കഴിഞ്ഞ തവണ 18 സീറ്റ് കിട്ടിയ സ്ഥലം ഇത്തവണ BJPയുടെ പ്രകടനം മോശമാകും. തൃണമൂല് TMC ഏതായാലും TMC തള്ളിപ്പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ TMC നിൽക്കുന്നില്ല. കോൺഗ്രസും CPM-ഉം നില മെച്ചപ്പെടുത്തും, ഒരല്പം മെച്ചപ്പെടുത്തും. ഞാൻ കൂടി പറഞ്ഞത് ഒരല്പം മെച്ചം. എനിക്ക് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ദീദിക്ക് എതിരായ ഒരു വികാരം സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ് മമതാ ബാനർജി. തന്ത്രങ്ങൾ മെനയുക എന്നത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു രാഷ്ട്രീയ സംഘടനകൾ സന്നദ്ധ സേവന സന്ദേശ് ഖാലി വർക്കൗട്ട് ആവുന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് നിരവധിയായ വിഷയങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അതുപോലെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ട്. എങ്കിലും ഒക്കെ ഈ രാഷ്ട്രീയ തന്ത്രജ്ഞത എന്നത് ഒരു തെരഞ്ഞെടുപ്പ്, ഞാൻ വിശ്വസിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാനാണ്. അപ്പോൾ മമത അതിനെ മറികടന്നത് കൃത്യമായി പ്രാദേശികവാദം കൊണ്ടാണ്. അതായത് ഈ പൗരത്വ നിയമം പോലെയുള്ള വിഷയങ്ങൾ ഇതാ നമ്മുടെ സംസ്ഥാനത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. ഞാനതിൽ തെറ്റു പറയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയ പാർട്ടിയെ നിലനിർത്തേണ്ടതും ആ രാഷ്ട്രീയ പാർട്ടിക്ക് വിജയം നേടേണ്ടതും, അങ്ങനെ വിജയിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അത് വളരെ കൃത്യമായി, അതായത് BJPയുടെ തന്ത്രങ്ങളെ അതേ നമ്മൾ എത്രയോ സീനുകൾ കണ്ടാണ്. കേന്ദ്ര ഏജൻസികൾ വരുന്നു, മമതാ ബാനർജി മുന്നിൽ കുത്തിയിരിക്കുന്നു, ഇവിടെ കയറാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അതാണ് ഒരു സ്ത്രീയുടെ, ഒരു വനിതാ നേതാവിന്റെ രാഷ്ട്രീയ എതിരാളിയുടെ കരുത്ത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ പ്രാദേശികവാദം കൃത്യമായി ഉയർത്തി BJPയുടെ ഞാൻ പ്രതീക്ഷിച്ചത്, ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ബൂം ഉണ്ടാക്കിയ എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു സംസ്ഥാനമായിരുന്നു മമത. അല്ല, ബംഗാൾ. അവിടെ BJP എന്ത് ചുവട് വെക്കുന്നോ അതിനെ അതേ നാണയം കൊണ്ട് തിരിച്ചടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ BJPക്ക് വലിയ കരുത്ത് കാണിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുകൊണ്ട് മാത്രം ബംഗാളിൽ നിന്ന് ഈ CPM ഒക്കെ ഇല്ലാതാവുമ്പോൾ അതും ഇന്ത്യ മുന്നണിയിലേക്ക് വിളിക്കാനിരിക്കുന്ന ഒരാളാണ്. കൂട്ടിച്ചേർത്ത് പോകണല്ലോ. അഭിലാഷ് പറഞ്ഞതിലെ ഒരു വൻ പിഴവ് ഞാൻ പറയാം. അഭിലാഷ് പറഞ്ഞതിലെ അഭിലാഷ് പറഞ്ഞതിലെ വൻ പിഴവ് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നീതി ചെയ്താൽ അത് പ്രാദേശികവാദം, BJP കാണിച്ചാൽ അത് ദേശീയത. ആ ഒരു വാദം ഉന്നയിക്കുന്നത് തന്നെ തെറ്റാണ്. അതായത് ദീദി BJPയെ ചെറുക്കുന്നത് പ്രാദേശികവാദം ഉയർത്തിയെന്നാണ്. ഞാൻ ഒരിക്കൽ പോലും ഈ ഡിസ്കഷനിൽ ഒരിക്കൽ പോലും BJP തന്ത്രങ്ങൾ മെനയുന്നു എന്ന പ്രയോഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. എവിടെ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയണമോ അത് മെനയും. അല്ല, ഞാൻ പറഞ്ഞതല്ല, തന്ത്രങ്ങൾ മെനയുമെന്നാണ് ഞാൻ പറഞ്ഞത്. ദീദി പ്രാദേശികവാദം ഉയർത്തിയാണ് BJPയെ ചെറുക്കുന്നതാണ് അഭിലാഷ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ദീദി ഒരിക്കലുമല്ല. എനിക്ക് തോന്നുന്നു രാജ്യത്ത് നരേന്ദ്രമോദിക്കൊപ്പം രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ ഇത്ര സമർത്ഥയായ മറ്റൊരു പൊളിറ്റിക്കൽ ലീഡർ ഇല്ല എന്നതാണ് വാസ്തവം. സ്റ്റാലിനെയൊക്കെ വരുന്നുണ്ട് നമ്മൾ, അത് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ദീദി കൃത്യമാണ്. കാരണം അഭിലാഷ് പറഞ്ഞു പോയെടുത്ത് അതിന് ഒരു മറുപടിയുണ്ട്. കാരണം കൊടുക്കേണ്ടടുത്ത് കൊടുക്കും, അടിക്ക് തിരിച്ചടി. ആ ലൈൻ എടുക്കുക, ഇവിടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥനെ പിടിച്ച് അവിടെ ഞങ്ങൾ ഗവർണറെ പിടിക്കും. നമ്മൾ കണ്ടതാണല്ലോ വാർത്തകൾ. അപ്പോൾ ആ ലൈനിലേക്ക് കൊടുക്കാൻ കഴിയുന്നു, രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നു. ഒരു പക്ഷേ ഇന്ന് 2024 നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 വർഷം അപ്പുറേ എന്താണ് രാഷ്ട്രീയത്തിൻ്റെ സാധ്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ പ്രാദേശികവാദം എന്നതല്ല പറയേണ്ടത്, അവർ ദേശീയത തന്നെ പറയുന്നുണ്ട്. കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയമാണ്, നമുക്കറിയാം. അത് തന്നെയാണ് അവർ പറയുന്നത്. അത് സ്വാഭാവികമാണ്. പൗരത്വ ഭേദഗതി വിഷയത്തിന്റെ ഏറ്റവും അധികം ആഫ്റ്റർ എഫക്ട് വരാൻ പോകുന്ന ഇടമാണ്. ഒരേപോലെ പറഞ്ഞു വരുന്നത്. അഭിലാഷ് എന്ത് പറ്റിയിട്ടാണെന്ന് അറിയില്ല. അഭിലാഷ് പറയുന്നത് മമത തന്നെയാണ്. രഞ്ജിത്ത് തിരിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ബംഗാളിനെ കുറിച്ച് ഇങ്ങനെ ബംഗാൾ പ്രഡിക്ഷൻ എന്റെ ഇങ്ങനെയാണ്. എന്റെ തോന്നൽ BJP മോശമാവില്ല. പക്ഷേ
കോൺഗ്രസും CPM-ഉം നില മെച്ചപ്പെടുത്തിയേക്കാം. ചുരുങ്ങിയത് എക്സിറ്റ് പോളിൽ 0 പലരും പറഞ്ഞത് അല്ലേ? പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെ മറികടക്കുന്ന തരത്തിലേക്ക് അവിടെ പ്രകടനമുണ്ടാവാം. 2 സീറ്റ് ഏറ്റവും കുറഞ്ഞത് അവിടെ കോൺഗ്രസ് CPM നേടുമെന്നൊരു പ്രതീക്ഷയാണ്. ഇവിടെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തന്നെയാണ് തൃണമൂൽ ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. എങ്കിൽ പോലും BJP അതിനപ്പുറത്തെ തന്ത്രങ്ങൾ അവിടെ പയറ്റുന്നുണ്ട്. അവിടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ 22-18 തൃണമൂൽ 22 BJPക്ക് 18 എന്നതായിരുന്നു നില. BJP നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പോലും വലിയ ക്ഷീണമൊന്നും ഉണ്ടാകും, വലിയ രീതിയിൽ കൂടത്തുമില്ല. മമതയ്ക്ക് വലിയ ക്ഷീണവും ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. 12 സീറ്റിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസ് CPM സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലും ആ വോട്ടുകൾ അവരിൽ നിന്ന് BJPയിലേക്ക് പോയ വോട്ടുകളാണ് അവർ തിരിച്ചു പിടിക്കുന്നതെങ്കിൽ അത് മമതയ്ക്ക് ഗുണം ചെയ്യുകയും മുന്നണിയെ സംബന്ധിച്ച് നഷ്ടമുണ്ടാകാത്ത സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എക്സിറ്റ് പോളുകൾ വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്ന ഫലിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ദേശ് കാലി മമതാ ബാനർജിയുടെ നന്ദിഗ്രാം ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 26 or 27 സീറ്റ് BJPക്ക് അവിടെ ലഭിക്കും. ഒറ്റ കാര്യം, നമ്മൾ ഈ കേന്ദ്ര ഏജൻസികളെ കുറിച്ച്, കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനുള്ള മറുപടി കൂടിയാണ് മമത. ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒരു പാർട്ടിയും ഒരു നേതാവും ഉറച്ചു നിന്നാൽ ഇത്തരം ഏജൻസികളോ അല്ലെങ്കിൽ കേന്ദ്രം പിടിച്ചാലോ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കാൻ ശേഷിയുള്ളവരുടെ കൂട്ടായ്മയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്. മറ്റൊരു സംസ്ഥാനത്തിലേക്ക് വരണം. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അമിത്ഷായ്ക്കും മോദിക്കും പണി ഉണ്ടാകില്ലെന്ന് ഖാർഗെ നടന്നുകൂടായികയൊന്നുമില്ല. മാറിയ കാലമാണ്, നടന്നുകൂടായികയില്ല. ഇന്ത്യയെ ഇത്തവണ വരാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണത്തേലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിനല്ലാതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തവണ ഇന്ത്യ വരില്ല, ഉറപ്പ്. പറ്റുണ്ടോ? എന്തായാലും അല്ല, അപർണ എന്തായാലും 4-ാം തീയതി അല്ല, അപർണ എന്തായാലും 4-ാം തീയതി തട്ടേ കയറാൻ പോവാണ് അല്ലേ? അപ്പൊ അല്ല, ബെറ്റ് ആവുകയാണെങ്കിൽ ആ തട്ടയിൽ വെച്ച് എന്ത് ചെയ്യുന്നു പറയാം. ബെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കാവി വസ്ത്രം വെച്ച് രുദ്രാക്ഷം ഇട്ട് ഞാൻ ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കില്ല. ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കില്ലേ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. എനിക്കെന്താ, എനിക്ക് വേണം മീശയില്ലാതെ, അല്ല മീശ പഠിച്ച് വാർത്ത വായിക്കാത്ത വേണമെങ്കിൽ എനിക്ക് പറയാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തൊപ്പി വെച്ച് വേണം വാർത്ത വായിക്കാം. വേണോ? തൊപ്പി വെച്ച് വാർത്ത വായിക്കാം. ഒരു സംശയവും ഇല്ല. ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. തൊപ്പി തൊപ്പി അപർണ, നാളെ ഈ സമയത്ത് ഈ കാവിയിട്ട് കാണാൻ പറ്റുമോ? സാധനം വാങ്ങിയോ? സമയം ഇനിയും ഉണ്ട് രഞ്ജിത്ത്. ഞാനിപ്പോൾ 295 എന്നൊരു കണക്ക് പറയുന്നു. ജനാധിപത്യ മര്യാദകൾ വിശ്വസിക്കുന്നു നമ്മൾ. അതൊക്കെ ശരി. ഈ വിശ്വാസികളുടെ എണ്ണം കൂടിയതുകൊണ്ട് രുദ്രാക്ഷം ഒക്കെ കിട്ടാൻ വലിയ പാടാണ്. നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ പ്രേക്ഷകരോട് അയോധ്യയിൽ പോയ രുദ്രാക്ഷം വേണമെങ്കിൽ കൊടും ചതിയായി ഓഫർ ചെയ്യുന്നുണ്ട്. റെഡിയാണ്. അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ എന്തിനും തയ്യാറാണ്. പക്ഷെ അപർണയുടെ കാര്യത്തിൽ എനിക്ക് കഷ്ടം. കാരണം ഓണയറിലൊക്കെ അപർണ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നത് അപർണ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു സംസ്ഥാനത്ത്. അതായത് ജനാധിപത്യ മര്യാദകൾ പരിപൂർണമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന ചില സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിന്റെ പ്രഭവ കേന്ദ്രമാണോ? നിങ്ങൾ ആ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ പോയ സ്ഥലം കച്ചൈതീവ് എന്ന് പറയുന്ന ഒരാവശ്യവുമില്ലാത്ത ഒരു വിഷയം എടുത്തുകൊണ്ടുവന്ന് അത് കത്തിക്കാൻ ശ്രമിച്ച് അത് ഏത് തരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് നാളെ ഈ BJP തമിഴ്നാട് പിടിക്കാനുള്ള ശ്രമം ഒന്നും രക്ഷപ്പെടില്ലേ? ശതമാനത്തിന് മുകളിൽ വോട്ടും 4 സീറ്റുകളും BJPക്ക് തമിഴ്നാട്ടിൽ കിട്ടും. സംശയമില്ല. സംശയമുണ്ടോ? നാളെ കാണാം.
സംശയമല്ല, നടക്കാൻ പോവില്ല. രഞ്ജിത്ത്, തമിഴ്നാട്ടിൽ 4 സീറ്റ് അങ്ങനെ വന്നാൽ അണ്ണാമലയുടെ വരവിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു നേട്ടം, കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാകാതെയും പോയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ BJP-ക്കാണ്. അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി ഇവിടുത്തെ നേതൃത്വത്തിനെ മാറ്റി ആ രീതിയിലുള്ള പരീക്ഷണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് രഞ്ജിത്ത് മനസ്സിലാക്കുന്നുണ്ടോ? സംസ്ഥാന നേതൃത്വം ഇപ്പൊ തമിഴ്നാട്ടിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ സീറ്റ് നേടുകയും കേരളത്തിൽ സീറ്റ് നേടാതിരിക്കുകയും ചെയ്താൽ അണ്ണാമലയെ കൊണ്ട് വന്നതുപോലെയുള്ള പരീക്ഷണം സംസ്ഥാനത്തുണ്ടാകും. അല്ല, ഞാൻ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയത്. 24% വോട്ട് കേരളത്തിൽ BJP-ക്ക് കിട്ടും. ശതമാനം വോട്ട് 24 തമിഴ്നാട്ടിൽ. കേരളത്തിൽ രേണുവിനെ മറുപടി പറയാണ്, 2 സീറ്റുകളും BJP-ക്ക് കിട്ടും. 2 സീറ്റ്. അയ്യോ, ഇന്നലെ ഇത് ഇതല്ലായിരുന്നില്ല. രാത്രി പുതിയ കണക്കെടുത്തു. ഇന്നലത്തെ ദിവസം ഓർമ്മയുണ്ടോ? തമിഴ്നാട്ടിലേക്ക് വരാം. ഇന്നലെ 5 വരെ എത്തിച്ചിരുന്നു. തമിഴ്നാട്ടിൽ അല്ല, അതിലൊരു തർക്കമില്ലാത്തൊരു വിഷയമുണ്ട്. DMK സംബന്ധിച്ചിടത്തോളം DMK എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് ഒരു വശത്ത് കൃത്യമായിട്ട് കണ്ടറിയുന്ന കാര്യമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ലാത്തുള്ള ചില അലയൻസുകളിലൂടെ പോയതിൻ്റെയൊക്കെ ഒരു ലെസൺ ഒക്കെ കിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം. അപർണ ദീർഘവീക്ഷണത്തോടെയാണ് BJP എപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അവിടെ 10ഓളം പ്രാദേശിക കക്ഷികളുമായി BJP-ക്ക് സഖ്യമുണ്ട്. 10 രാഷ്ട്രീയ കക്ഷികളും അവിടെ പ്രാദേശികമായി ഏറെ പ്രാധാന്യമുള്ള കക്ഷികളാണ്. അതിന്റെ ഗുണഫലം കിട്ടുക BJP-ക്കാണ്. നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടാകുന്നത്. അതിന് പകരം കോയമ്പത്തൂരിൽ അണ്ണാമല തോക്കുകയാണെങ്കിൽ BJP-ക്ക് കിട്ടാൻ പോകുന്ന പ്രഹരം ചെറുതായിരിക്കില്ല രഞ്ജിത്തെ. ആ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടി തമിഴ്നാട്ടില് കിട്ടുമെന്ന് അപർണ അത് പ്രതീക്ഷിക്കുന്നു. അത്രയും അത് ഉറപ്പായിട്ട് എനിക്കത് അത്ര അപർണ പറഞ്ഞതിന് തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം CPM ഭരിച്ചിരുന്ന ത്രിപുര എത്ര വേഗത്തിലാണ് ടിസ്റ്റ് ചെയ്ത് BJP അവിടെ വരുന്നത്. ഇങ്ങനെ പല പ്രബലമായ ഒരു കക്ഷി തന്നെ ഭരിച്ചിരുന്ന സ്റ്റേറ്റുകളിൽ പെട്ടെന്ന് BJP വരികയും അവിടെ ഒക്കുകയും അവർ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ബാലികേറിയ മലയായി നിൽക്കുന്ന 2 ഇടങ്ങൾ അത് കേരളവും തമിഴ്നാടും തന്നെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, BJP ഇവിടെ ഒഴുക്കിയ പണവും ഇവിടെ ചെലവഴിച്ച വിയർപ്പും അതിൻ്റെ 4/1 പോലും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിൻ്റെ 4/1 പോലും അതിൻ്റെ ഫലം എത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. തർക്കമൊന്നുമില്ല. തമിഴ്നാട്ടിൽ സംഭവിക്കാതായിരിക്കും. അവിടെയാണ് ദീദിക്ക് നമുക്ക് സമാനമായി ഈ സ്റ്റാലിനെ ഉപമിക്കേണ്ടി വരുന്ന സാഹചര്യം. കാരണം അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചു, പൊളിറ്റിക്സ് അതൊരു കലയാണ്. ആ കല കൃത്യമായി തിരിച്ചറിയുന്നത് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ്. ആ സാധ്യത BJP കാണുന്നുണ്ട്. അതാണ് ഈ സഖ്യമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുന്നിൽ എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ കാണുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സാധ്യത. കാരണം നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, DMK എന്ന കക്ഷി തമിഴ്നാട്ടിൽ DMK മുന്നണി, ഇന്ത്യ മുന്നണി എന്നത് DMK ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലെ മുന്നണി. യഥാർത്ഥത്തിൽ അത് കോൺഗ്രസും CPM ഒക്കെ ചേരുന്നുണ്ടെങ്കിലും അത് DMK തന്നെയാണ്. കാരണം DMK-ക്കാണ് മുഴുവൻ. പക്ഷേ എത്ര വേഗത്തിലാണ് അവർ സീറ്റുകൾ വീതം വെച്ച് കോൺഗ്രസിനും ഉദാരമതികളായി കോൺഗ്രസിനും CPM-നും വിധിച്ചു കൊടുക്കുക. അവരുടെ ലക്ഷ്യം ഇതാണ്, ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് വേണ്ട, മുഖം വേണ്ട, ഞങ്ങൾക്ക് പേരിന് മതി. പക്ഷേ ഈ സ്റ്റേറ്റിലേക്കുള്ള കടന്നുവരവ് തകർക്കണം. അതിന് കോൺഗ്രസും CPM-ഉം അടക്കമുള്ള ഇടത് കക്ഷികൾ ഞങ്ങളോടൊപ്പം കൈമെയ് മറിഞ്ഞു നിൽക്കണം എന്നൊരു പൊളിറ്റിക്കൽ ഫിഗറുണ്ട്. അവിടെയാണ് ദീദി കളിക്കുന്നത്, ഇവിടെ സ്റ്റാലിൻ കളിക്കുന്നത് എന്നതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൂടിയാണ്. തമിഴ്നാട് രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയവുമായി കേന്ദ്രീകരിച്ചാണ്. പ്രാദേശികവാദം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട BJP-യുടെ ഹിന്ദുത്വം അല്ല തമിഴ്നാട്ടിലെ ഹിന്ദുത്വം. BJP-ക്ക് വല്ലാതെ പേടിയാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം. പരാമർശങ്ങൾ ഹിന്ദി ട്രാൻസ്ലേഷൻ നടത്തണം എന്ന് DMK-യുടെ MP പറഞ്ഞതിന് ശേഷം നടത്തിയത്. പ്രാദേശികവാദത്തിൽ നിന്ന് അപ്പുറത്തേക്ക് തമിഴ് രാഷ്ട്രീയം മാറി എന്നാണ് രാഷ്ട്രീയം ഒരു ഘടകമാണ്. BJP-ക്ക് ബാലികേറാമലയൊന്നും അല്ല അതിന്റെ ഒരു ലക്ഷണങ്ങൾ ഈ തമിഴ്നാടിനെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോഴും എൻ്റെ അഭിപ്രായം തെറ്റായിരിക്കാം, തമിഴ്നാട്ടിൽ BJP വിജയിക്കുന്നത്, അല്ലെങ്കിൽ BJP വിജയിക്കുകയല്ല, BJP-ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്ന് നിരീക്ഷിക്കുന്ന ഒന്നാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സഹിത്ത് ഒരു 2 മിനിറ്റ് തന്നാൽ. ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് BJP വളർന്നു പന്തലിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയുടെ ഒരു പ്രത്യേകത അവിടുത്തെ ഭാഷാപരമായ പ്രത്യേകതയാണ്. ഹിന്ദിയോട് ചേർന്ന് നിൽക്കുന്ന, ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളാണ് ആ സർക്കിളിലുള്ളത്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ BJP-യുടെ ഒരു പ്രശ്നം, നമ്മൾ മലയാളികളാണ്, നമുക്ക് തമിഴ് മനസ്സിലാവും, പക്ഷെ കന്നഡ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് മനസ്സിലാവില്ല, തെലുങ്ക് മനസ്സിലാകില്ല. ഈ മേഖലയിലേക്ക് ഒരു ക്രൗഡ് പുള്ളർ നേതാവിനെ BJP-ക്ക് വേണം. BJP നേരിടുന്ന പ്രശ്നമാണ് ഒന്നാണല്ലോ ഈ ഭാഷ. അതായത് BJP എന്നത് ഹിന്ദി ഭാഷയിൽ, അത് നേരത്തെ അമിത്ഷായ്ക്ക് അടക്കം വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരു ഫിഗർ വേണം.
ആ ഫിഗറായി അണ്ണാമല നല്ല ഭാഷാ സ്വാധീനമുള്ള വ്യക്തിയാണ്. അവിടെ 2 കാര്യങ്ങളാണ് BJPയുടെ അജണ്ട. കർണാടകത്തിൽ ഓൾറെഡി മുഴുവൻ സീറ്റുകളും എന്ന് പറയാവുന്ന തരത്തിൽ വിജയിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് കർണാടക ഒരു വിഷയമല്ല. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇതിൽ ഏറ്റവും പ്രാദേശികവാദം വീണ്ടും നിലനിൽക്കുന്ന, ദ്രാവിഡ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം എന്നത് തമിഴ്നാടാണ്. ആ തമിഴ്നാടിലെ ദ്രാവിഡരെ വിശ്വാസത്തിലെടുക്കുന്നതിനോടൊപ്പം അവിടെയാണ് നമ്മൾ സെങ്കോൽ സ്ഥാപിച്ചത് കണ്ടത്. സെങ്കോൽ സ്ഥാപിച്ചത് ഈ പാർലമെന്റിൽ സ്ഥാപിക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് BJP തന്നെ അണ്ണാമലയോട് വിയോജിപ്പുണ്ടെന്നേ. ഈ അണ്ണാമല നടത്തുന്ന ചർച്ചകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തുന്ന ചർച്ചകളിലൊക്കെ BJP കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പുണ്ട്. പക്ഷെ അപ്പോഴും അണ്ണാമലയെ തള്ളാത്തത് അണ്ണാമല ആണ്. ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ അണ്ണാമല തോറ്റാൽ ഒരു വലിയ തിരിച്ചടിയാവുന്ന. കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജനകീയ നേതാവ് ക്രൗഡ് പുള്ളർ ആരായിരുന്നു? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ എത്രയോ തവണ തോറ്റിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് VS അല്ലാതാകുന്നില്ല. അതുപോലെ അണ്ണാമല തോറ്റാലും ജയിച്ചാലും അണ്ണാമലയാണ് ദക്ഷിണേന്ത്യയിലെ BJPയുടെ ക്രൗഡ് പുള്ളറായി BJP വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തമിഴ്നാട് അവർക്ക് വലിയൊരു 5 സീറ്റിനപ്പുറത്തേക്ക് നോക്കുന്നില്ല. അത് PMK പോലെയുള്ള ഒപ്പം നിൽക്കുന്ന പാർട്ടികളിൽ നിന്ന് അതാണ് പ്രതീക്ഷ. മറിച്ച് BJP അല്ല സീറ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, അവിടെ 38 എന്ന നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വലിയ ഡാമേജ് DMKക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ BJP അവിടെ 1, 2 വേണമെങ്കിൽ 3 സീറ്റുകൾ നേടാൻ ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായാലും എനിക്ക് അതിശയമൊന്നുമില്ല. കാരണം അത്രമാത്രം പണി അവർ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ BJP സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു സീറ്റായിട്ട് ഇത് വന്നില്ല എങ്കിൽ പോലും അവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇമ്മീഡിയറ്റ് റിസൾട്ട് അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അത് ഭാവിയിലേക്കുള്ളതാണ്. അത് സംസ്ഥാന ഭരണവും ലോക്സഭയിലേക്കുള്ള സീറ്റുകളും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രമങ്ങളാണ്. അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും പക്ഷെ അതിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാകും. BJPയെ സംബന്ധിച്ച് കാലാകാലങ്ങൾ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതല്ല, പെട്ടെന്നായിരിക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവുക. ആ ഒരു ഘട്ടമുണ്ട്. അങ്ങനെ അണ്ണാമലയ്ക്ക് ജയിച്ച് കഴിവ് തെളിയിക്കുക എന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണ്ടത്. പക്ഷേ അത് നടക്കുമോ, കോയമ്പത്തൂർ പോലൊരു സീറ്റിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കാം. പക്ഷേ BJPയെ സംബന്ധിച്ച് സാധ്യതകളുണ്ട്. പക്ഷെ അവരുടെ സഖ്യം ഈ പറയുന്നത് പോലെ വലിയ സഖ്യമല്ല. അവർക്ക് യോജിക്കാൻ കഴിയാത്ത പലരുമായിട്ടും ഒക്കെ യോജിച്ചുള്ള സഖ്യമാണ്. അണ്ണാമലൈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ തോറ്റോ എന്നത് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ അവിടുത്തെ സ്വാധീനത്തെ വിലയിരുത്തുന്നത് അരവിന്ദ് കെജ്രിവാൾ മോദിക്കെതിരെ മത്സരിച്ച് തോറ്റു, പക്ഷെ അദ്ദേഹം ഇല്ലാതായില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായി, അപ്പോഴും സ്വാധീനമുള്ള അത് ഒരു വിഷയമല്ല. അപ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് BJP നിങ്ങൾ പറഞ്ഞു BJP ഒരു ദീർഘകാലാടിസ്ഥാനത്തുള്ള രാഷ്ട്രീയം മുന്നിൽ കാണുന്നു. തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നു BJPയുടെ തമിഴ്നാട്ടിലെ സ്വാധീനത്തിന് വെല്ലുവിളിയാവുന്നത് ഒരു പക്ഷേ DMK ആയിരിക്കും, AIDMK ആയിരിക്കും. കാരണം AIDMKയും തിരിച്ചറിഞ്ഞു ഞങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്നത് ഉണ്ട്. ആ സ്വാധീനമാണ് ഞാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത്. വിജയിയുടെ ഒരു പാർട്ടി 2024 വിജയിയുടെ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരുപക്ഷെ സ്റ്റാലിനേക്കാളും ഏറ്റവും കൂടുതൽ ജനസ്വാധീനം അത്തരത്തിൽ മറ്റൊരു തരത്തിലുള്ള അതിനൊപ്പമെങ്കിലും ജനസ്വാധീനമുള്ള ഒരു നേതാവായി വളർന്നു വരാൻ സാധ്യതകളാണ് വിജയും സ്റ്റാലിനും മത്സരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതൊക്കെ ഒരു പരീക്ഷണമാണ്. കാരണം നമുക്കറിയാം കമലഹാസന്റെ പാർട്ടി ഇതിനേക്കാൾ വലിയ സംഭവിച്ചില്ല. കാരണം ഏതെങ്കിലും ഒരു താരത്തെ കേന്ദ്രീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, ചിരഞ്ജീവിയുടെ പാർട്ടിക്ക് ചില ഉദാഹരണങ്ങൾ, അതിനപ്പുറത്തേക്ക് അല്ല ഒന്നുമില്ല. ഒന്നത് പിന്നെ തമിഴ്നാട്ടിലേക്ക് ഹൈന്ദവത അല്ലെ ദേശീയത എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക മുഖമുണ്ടല്ലോ BJP ലക്ഷ്യപ്പെടുന്നത്. അത് അത്ര വേഗം അവിടെ കയറിപ്പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ അയൽവാസിയായ തമിഴർ ഏറ്റവും കടുത്ത ഈശ്വര വിശ്വാസികളാണ് നമ്മളെക്കാൾ. അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നവരുമാണ്. അതായത് ഒരു വൈകാരികമാണ്. ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരു രാഷ്ട്രീയം മാറുമായിരുന്നെങ്കിൽ തമിഴർ അതെന്നേ BJPക്കൊപ്പം ചേർന്ന്. തമിഴ്നാട്ടിലെ ഹിന്ദുത്വയും ഞാൻ പറഞ്ഞു BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വയും വളരെ വ്യത്യാസമുണ്ട്. ദ്രാവിഡ സംസ്കാരമാണ്, പ്രാദേശികമായുള്ള കാര്യങ്ങൾ. അവർക്ക് അവരുടെ ദൈവങ്ങളുണ്ട്. നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭാഷാവാദം ആൾത്തറകളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു DMK എന്ന പാർട്ടി അവരുടെ ഐഡിയോളജി തന്നെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ്, അന്ധവിശ്വാസമാണ്.
ഇവിടെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നതാണ്. അവരുടെ ഐഡിയോളജി തന്നെ അതാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ഇത്തരം ആളുകളെ ചേർത്തുകൊണ്ട് അവിടെ രാഷ്ട്രീയം നയിച്ചത്. സംഘപരിവാറിന്റെ ആശയങ്ങൾ എല്ലാ കാലത്തും ദ്രാവിഡ രാഷ്ട്രീയത്തിന് എതിരാണ്. അതിലൊരു തർക്കവുമില്ല. അത് പണ്ട് മുതലേ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. ആ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന് ആ ഒരു ബോധ്യം അവരുടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ ഈ പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഞങ്ങൾ 400 പാർ ആകും എന്ന ഒരു കാര്യം BJP പറയുന്നുണ്ട്. അത് നമ്മളുടെ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാവും. അതിന് അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം DMK ആണ്. ഈ തെരഞ്ഞെടുപ്പ് NDA വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ DMK ഉടൻ ഇവരുടെ സഖ്യകക്ഷിയാവും എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവരുടെ BJPയോട് ഇപ്പോൾ അവർ ചേർന്നാൽ അവരുടെ അടിത്തള ഇറക്കുന്നതിന് സമാനമാണ് ആ കൂടിച്ചേരൽ എന്ന് അവർ മനസ്സിലാക്കും. അവരുടെ സംസ്ഥാന ലോക്സഭ ഇലക്ഷൻ ലക്ഷ്യമിടുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ലോക്സഭയോ പാർലമെന്റോ അല്ല, തമിഴ്നാട്ടിൽ വീണ്ടും തുടർഭരണമെന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ സ്ട്രാറ്റജിയാണ്. അപ്പോൾ വേഗത്തിൽ ഞാൻ പൂർത്തിയാക്കാം. ഈ ദക്ഷിണേന്ത്യയിൽ BJP ദേശീയ തലത്തിന് വ്യത്യസ്തമായ ഒരു തന്ത്രം സ്വീകരിച്ചത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അണ്ണയമലൈ പോലെ ഒരു ഫിഗറിനെ കണ്ടെത്തുക, ആ ഫിഗറിനെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയം നടത്തുക. കേരളത്തിലും BJPക്ക് ഇന്നും എത്തിപ്പെടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു ഫിഗർ ഇല്ലായ്മയാണ്. അത് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ജയിക്കോ പരാജയപ്പെടുമോ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവിടെ ഉണ്ട്. അത് കാണാതിരുന്നു. അണ്ണാമലൈ കേരളത്തിൽ പലയിടങ്ങളിലും ഞാൻ കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ പല ആളുകളുടെയും ഒരു പ്രചരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും എത്തുകയും ഒക്കെ ചെയ്തിരുന്ന സ്റ്റാർ ക്യാമ്പയിനർ തന്നെയായിരുന്നു. സംസ്ഥാനത്തിലേക്ക് പോകണ്ടേ? ഡൽഹിയിലേക്ക് പോവാം. ഡൽഹി 7 സീറ്റാണ്, കുഴപ്പമില്ല. 7 സീറ്റാണ്, ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനം. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ഇതുവരെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം എനിക്ക് ഒരു പിടി കിട്ടിയിട്ടില്ല. കുറച്ചും കൂടെ ഒരു പ്രതീക്ഷ ആം ആദ്മിക്കും കോൺഗ്രസിനും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനിടയിൽ സ്വാതി മലവാളി വിഷയം വരുന്നു. ഏത് തരത്തിലാണ് ഡൽഹി ചിന്തിക്കുക എന്നുള്ളത് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എനിക്ക് ഡൽഹി ശതമാനം വോട്ടുകൾ വാങ്ങിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും BJP യോട് ജയിച്ചത്. 50% വോട്ട് വാങ്ങിയാണ്. 50% വോട്ട് വാങ്ങിയ 16 സംസ്ഥാനങ്ങൾ BJPക്ക് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഡൽഹി. ഈ ഡൽഹിയിൽ 50% വോട്ട് വാങ്ങി ജയിച്ചു. അതുകൊണ്ട് കോൺഗ്രസും AAP വേറൊരു ഇൻട്രോ ഇടാം. അതായത് ഇന്ത്യ മുന്നണിയുടെ രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷണശാല അത് ഡൽഹിയാണ്. തർക്കമില്ല. ഈ മുന്നണിയുടെ ഒരു പക്ഷേ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന ഇടം ഡൽഹിയാണ്. നമ്മൾ പലപ്പോഴും സംസാരിച്ചതുപോലെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിനെതിരെ, കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ, ഡൽഹിയിലെ അഴിമതിക്കെതിരെ പോരാടി രൂപീകരിക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർ തമ്മിൽ ഒന്നിക്കുകയാണ്. ഈ പാർട്ടി അരവിന്ദ് കെജ്രിവാളും പിന്നെ രാഹുൽ ഗാന്ധിയും ഭായി ആയിരിക്കും. പക്ഷെ അണികൾക്കിടയിൽ ഈ ഭായി സംഭവിച്ചിട്ടില്ല. രേണുവിനെ കടന്നാക്രമിച്ചത് EDA പോലുള്ളവർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു കെജ്രിവാളിനെ എന്നാണ് പരാതി കൊടുത്തത് കോൺഗ്രസ് ആയിരുന്നു. അതെ, പരാതി കൊടുത്തത് പരാതിയിൽ അന്വേഷണം വേണ്ടെന്നോ ഒന്നുമല്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് ഏറ്റവും മോശം പൊളിറ്റിക്കൽ തവണയും നമുക്ക് കോടതിയിൽ ഒറ്റ നിമിഷം 9 തവണ സമൻസ് കൊടുക്കുന്നു. 9 തവണയും നമുക്ക് കോടതിയിൽ കാണാമെന്ന് പറയുന്നു. കോടതി കെജ്രിവാളിന് അനുകൂലമല്ലാത്ത വിധി വരുന്നു. ആ സമയത്ത് തെരഞ്ഞെടുപ്പായി പോയി. അത് സ്വാഭാവികമായും ആ സമയത്ത് ഒരു അന്വേഷണ ഏജൻസി കോടതി തിരിച്ചടി ഉണ്ടായോ? കോടതി തെരഞ്ഞെടുപ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ വളരെ വ്യത്യസ്തമായ ഒരു ഊർജം ഇന്ത്യ മുന്നണിക്ക് കൊടുക്കുന്ന സമയം എന്തുകൊണ്ട് അപർണ ആത്മവിശ്വാസം ഡൽഹിയിൽ പറഞ്ഞില്ല? എന്തുകൊണ്ട് സ്വാതി മലവാൾ വിഷയത്തിൽ BJP കാണിച്ച ഗൂഢാലോചന, വൃത്തികെട്ട രാഷ്ട്രീയ നീക്കം ഡൽഹിയെ ബാധിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഒരു വനിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അപമാനിക്കപ്പെടുമ്പോൾ അതിന് പിന്നിലും BJP ആണ്
എന്ന് പറയുന്നതാണ് പ്രശ്നം. ഞാനൊരു കാര്യം കാരണം അതിന് തീവ്രത കുറവായിരുന്നു. അവർ ഇവർക്കെതിരെ ആര് പരാതി കൊടുക്കുന്നു, ഇവർക്കെതിരെ ആര് നിൽക്കുന്നു, അവരൊക്കെ BJP-യുടെ ആളുകളാണ്. BJP-യുടെ അതിന്റെ പിന്നിൽ സ്വാതി മലിവാൾ എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വലം കൈയും ഇടം കൈയുമായിരുന്ന ആളാണെന്നേ. ഇതിലൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. എപ്പോ തൊട്ടാണ് നിങ്ങൾക്ക് സ്വാതി മാലിവാൾ വലിയ സംഭവം നമുക്ക് സംഭവമല്ല. ആര് പറഞ്ഞു BJP-ക്കാരാ സ്വാതി മലിവാളിനെ പൊക്കി പറഞ്ഞു? ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ അഭിലാഷ് എന്നോട് ആവർത്തിച്ച് ചോദിച്ചു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്നോ അന്വേഷണം നടത്തേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നടന്ന നടപടി ജനാധിപത്യ വിരുദ്ധം എന്നതാണ്. എന്തുകൊണ്ടാണ് കോടതിക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നത്? ജാമ്യം കൊടുത്ത് തെരഞ്ഞെടുപ്പ് നടപടികളിൽ പങ്കെടുക്കാൻ അനുവദിച്ചല്ലോ. അത് BJP-ക്ക് ഏറ്റ പ്രഹരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് രണ്ടും തെറ്റാണെന്ന് ഞാൻ പറയട്ടെ. ഇത് രണ്ടും തെറ്റാണെന്നും തെറ്റിപ്പോയ നടപടികളാണെന്നും മോദിയും അമിത്ഷായും തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ രണ്ടുപേർക്ക് നേരം എടുത്തിട്ടില്ല. അത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. രേണുവിന്റെ ആർഗ്യുമെന്റിന്റെ പ്രശ്നം എന്താണ്? അതായത് പരാതി കോൺഗ്രസ് കൊടുത്താൽ അതിൽ തെറ്റില്ല, പക്ഷെ നടപടിയുമായി BJP പോയാൽ അത് തെറ്റ്. അത് സമയം നോക്കണം, രാശി നോക്കി സമയം കുറിച്ചിട്ട് വേണം നടപടി. 9 തവണ സമൻസ് കൊടുത്തത് സബ്ജക്റ്റ് അല്ല. 9 തവണ നോട്ടീസ് കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും അരവിന്ദ് കെജ്രിവാൾ ഞാൻ കുറ്റക്കാരനല്ലെങ്കിൽ ശരി ദാ നിയമത്തിന് മുന്നിൽ ഞാൻ എത്തുന്നു എന്നെ ചോദ്യം ചെയ്യും. ഒരു തവണ പോലും ഹാജരായി. തെറ്റില്ല, അതൊക്കെ തെറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാതി മാലിവാൾ ഏത് രാഷ്ട്രീയ പാർട്ടി കൂടെ ആയിരിക്കുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. അത് തെളിയും. ആരുടെ ഗൂഢാലോചന? അരിയാഹാരം കഴിക്കുന്ന ഒരു ഗോതമ്പ് കഴിക്കുന്നവർക്ക് തിരിച്ചറിയാനുള്ള നമുക്ക് ഈ ആർഗ്യുമെന്റ് നിർത്താം. എത്ര സീറ്റ് കിട്ടും? എത്ര സീറ്റ് കിട്ടും ഇന്ത്യ മുന്നണിക്ക് ഡൽഹിയിൽ? പറയൂ. നിങ്ങൾ രഞ്ജിത്ത് രാമേന്ദ്രനോട് ഷാർപ്പായാണ് ചോദിച്ചത് എത്ര സീറ്റ് എന്ന്. രേണുവും അപർണയും ഉത്തരം പറയും. എനിക്കതിൽ ദുഃഖമുണ്ട്. കാരണം ഡൽഹി ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സ്ഥലത്തെ അത്യന്തം മോശകരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം BJP അവിടെ നടത്തി എന്നാണ് എനിക്ക് പറയുന്നത്. അക്കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാതി മലിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലല്ല, അത് സംഭവിച്ചതിന് ശേഷം ആ വിഷയം കൈകാര്യം ചെയ്തതിൽ കെജ്രിവാളിന് വീഴ്ച സംഭവിച്ചു. ഒരു സ്ത്രീയുടെ പരാതിയിൽ ഇങ്ങനെ ആയിരുന്നില്ല നടപടി എടുക്കേണ്ടതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് അതിന് പരിഗണന നൽകണം. പിന്നെ 7 സീറ്റ് പറയാൻ അനുവദിക്കും. മറ്റ് ചാനൽ ചർച്ചകളിൽ വരുന്നവരെ പോലെ നിങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങൾ 7 സീറ്റുള്ള ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഇതുവരെ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാനായിട്ടില്ല AAPക്ക്. അതിൽ ഒരു സീറ്റെങ്കിലും AAP നേടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഏതായാലും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇത്രയും നേരം വിവിധ സംസ്ഥാനങ്ങളുടെ വിലയിരുത്തലുകൾ നടത്തി, ദേശീയ തലത്തിൽ സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചു. ഒപ്പം ഇന്ത്യ മുന്നണിയുടെയും NDAയുടെയും സാധ്യതകളാണ്. നമുക്കിനി എന്താ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സൈത്ത്, നമുക്ക് എന്താ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും? നമുക്ക് പൊതുവായ കുറച്ച് അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് സമയമില്ല. രണ്ടേക്ക് സമയം കൊടുക്കണം കേട്ടോ. സജിത്ത് ഇന്നലെ ഉണ്ടായിരുന്നില്ല. നമ്മൾ എല്ലാ സ്റ്റേറ്റും എടുക്കുമ്പോൾ കേരളം, പക്ഷേ സമയമില്ല. ആ ഒരു ഭാഗം സജിത്തിന് കൂടെ ഒന്ന് പറയാനുള്ള ഒരു അത് തരാം. പക്ഷേ രേണുകയുടെ പരാതി തീർക്കണം. നിങ്ങൾ 5 മിനിറ്റ് രേണുക്ക് കൊടുത്താലും പ്രശ്നമില്ല. പറഞ്ഞു ഇപ്പൊ അവിടെ ബ്രേക്ക് സമയത്ത് പോയി KP അഭിലാഷൻ ചീത്ത വിളിച്ചോണ്ടിരിക്കുക, സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് രേണു ഒരു ഉപദേശം തന്നു, ചാനൽ ചർച്ചകളിൽ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നത് പോലെ കൊടുക്കണം. മര്യാദ അവസാന ലാപ്പിൽ രേണുവിന് ആദ്യം അവസരം കൊടുക്കണം. രേണു പറയൂ. അല്ല, എങ്ങനെ അവസാനിപ്പിക്കണമെന്നല്ലേ? നാളെ റിസൾട്ട് വരും. എന്റെ ബെറ്റിൽ ഞാൻ തോക്കോ അപ്പോ ഞാൻ വാക്ക് പാലിക്കൂന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാലോ? പാലിക്കുമല്ലോ, ഉറപ്പല്ലേ? അപ്പൊ എങ്ങനെ 400-ന് മുകളിൽ സീറ്റ് NDAക്ക് കിട്ടിയാൽ രേണു മീശ വെച്ച് നാളെ 5 മണി സമയത്ത് വാർത്ത വായിക്കും. അതെ, 5 മണി സമയത്ത് വാർത്ത വായിക്കും. ശരി, സൈത്ത് ഇനി പറഞ്ഞോളൂ. രേണുവിന്റെ പരാതികളെല്ലാം പരിഹരിക്കും. നമ്മൾ എന്ത് രാഷ്ട്രീയപരമായ വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിന് എനിക്ക് തോന്നുന്നു സൈത്ത് വീട്ടിലും പിന്നെ നാട്ടിലും ഒക്കെ ഇങ്ങനെയാണ്. അങ്ങനെയല്ല, ഓഫീസിൽ ഇങ്ങനെയാണ്. ഇത്ര സാധ്യത ഞാൻ ആദ്യം ജനാധിപത്യം ഈ പറഞ്ഞു ജനാധിപത്യം, നമ്മുടെ നീതിബോധം, ഇതെങ്ങനെ രാജ്യത്തില്ല. അതുകൊണ്ട്
രാജ്യത്ത് നഷ്ടപ്പെടുന്ന മൂല്യബോധങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും. സജിത്ത് വീട്ടിൽ ചെന്നാൽ ഇന്ന് കാപ്പിയാണ് എങ്കിൽ നാളെ ചായയാണ്. ഭാര്യയോട് പറയും നമ്മളൊരു ജനാധിപത്യ സംസ്കാരത്തിൽ കാപ്പിക്കും ചായക്കും തുല്യമായ ഇടമാണ് കൊടുക്കേണ്ടത്. അതാണ് വീട്ടിൽ പോലും സജിത്ത്. കാരണം ഞാൻ നിങ്ങൾ ഈ രണ്ട് പെൺകുട്ടികൾക്ക് സമയം കൊടുക്കാതെ ഞാൻ ഈ സൈഡിലേക്ക് ഒരു നിമിഷം അല്ല സമയം ഞാൻ സമ്മതിച്ചു. പക്ഷെ പെൺകുട്ടികൾ എന്ന പ്രയോഗത്തോട് വിയോജിപ്പുണ്ട്. അത് തന്ത്രപരമായ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ മാധ്യമപ്രവർത്തകർ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മളിതിൻ്റെ വരവ് പോക്കെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്നോ നമ്മുടെ സാധാരണക്കാരൊന്നും ഇതിൻ്റെ ഒരു ഗൗരവത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടാവില്ല. പക്ഷേ എന്തായാലും അതിൻ്റെ ഭാഗമായിരുന്നു. നാളെ എന്തായാലും അന്തിമ വിധി വരികയാണ്. എന്തായാലും വീണ്ടും ജനാധിപത്യം എന്ന വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ഈ ജനാധിപത്യ ബോധം നിലനിർത്തുന്ന ഒരു വിധിയെഴുത്തായി നാളത്തെ ദിവസം മാറട്ടെ എന്നതാണ്. ഇവിടെ നല്ലൊരു ഭരണമുണ്ടാവട്ടെ. അത് മോദി ഭരിക്കട്ടെ, രാഹുൽ ഗാന്ധി ഭരിക്കട്ടെ, ആര് ഭരിക്കട്ടെ, പക്ഷേ നല്ലൊരു പ്രതിപക്ഷവും ഇവിടെ ഉണ്ടാവട്ടെ എന്ന ഒരു വലിയ ആഗ്രഹമാണ് എനിക്ക് പങ്കുവയ്ക്കുക. അപർണ, ജനാധിപത്യം എന്ന വാക്ക് ആവർത്തിച്ച് പറഞ്ഞു. അപർണയ്ക്ക് ജനാധിപത്യമല്ല മറ്റുള്ള പറഞ്ഞോളൂ. ജനാധിപത്യം, മതനിരപേക്ഷത, അതായത് രാഷ്ട്രീയ മര്യാദയോടുകൂടി ജനാധിപത്യ മര്യാദയോടുകൂടി എന്നിട്ട് വളച്ചിട്ട് പറഞ്ഞു 295 സീറ്റ് മിനിമം ഇന്ത്യ സഖ്യം. ഓക്കെ, CPM-ൽ നിന്ന് മന്ത്രിമാരുണ്ടാവും അല്ലേ ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രിയായ? ഉറപ്പാണല്ലേ പ്രധാനപ്പെട്ട പോസ്റ്റുകളുണ്ടാവും. അഭിലാഷ്, ഞാൻ സജിത്തിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് തുടങ്ങിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ ഭാരതത്തിന്, ഇന്ത്യക്ക് ജനാധിപത്യത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സുദീർഘമായി ഒരു നിശ്ചിത കാലയളവിനപ്പുറത്തേക്ക് പോകാനോ അതിന് ശേഷം തുടരാനോ പറ്റില്ല. കോൺഗ്രസും അതാണ് സംഭവിച്ചത്. BJPക്കും അങ്ങനെ തന്നെയായിരിക്കും. ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സജിത്ത് ഇവിടെ സൂചിപ്പിച്ചു ഈ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ച്. നമ്മൾ അതുമാത്രം പാഠമായി എടുത്താൽ മതി. ഞാനും സജിത്തും രേണുകയും ഒക്കെ ഒരുമിച്ച് മറ്റ് ടെലിവിഷൻ ചാനലുകളിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അവൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നും ഒരു തരി പോലും രാഷ്ട്രീയം പറയരുത് എന്ന് അക്കാഡമിക് തലത്തിൽ മാത്രമല്ല ടെലിവിഷൻ ചർച്ചകളിൽ പോലും പഠിച്ചതാണ്. പക്ഷേ ടെലിവിഷൻ ഇൻഡസ്ട്രി മാറുന്നു. അത് കാണികളുടെ കൂടി ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറ്റമില്ലാത്തതായി ഒന്നു മാത്രമേ ഉള്ളൂ, അത് മാറ്റമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു. നാളെ മറ്റു തന്ത്രങ്ങളിലേക്ക് പോകും. എന്തായാലും മറ്റന്നാൾ നമുക്ക് വീണ്ടും കാണേണ്ടതാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ചുകൊണ്ടല്ല, വർത്തമാന ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് ഇപ്പോൾ NDAക്ക് തന്നെയാണ് വിജയസാധ്യത. അത് ആത്യന്തികമായ ഒന്നല്ല, ഏതൊരു കാലഘട്ടത്തിലും മാറാം. അതുകൊണ്ട് നമുക്ക് മറ്റന്നാൾ കാണുമ്പോഴും എൻ്റെ നിലപാടിൽ നിന്ന് എനിക്ക് മാറേണ്ടി വരില്ല. അത് എൻ്റെ രാഷ്ട്രീയ നിലപാടല്ല, സമകാലിക ഇന്ത്യയുടെ ചിത്രം അങ്ങനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും എക്സിറ്റ് പോളുകൾ ഏതായാലും നമുക്കറിയാം, എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു ഫലം നാളെ രാജ്യം പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും നരേന്ദ്രമോദി 9-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. അദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യം കഴിഞ്ഞ 10 വർഷത്തെ പോലെ തന്നെ വികസിതമാകും. ജനങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കും. നമ്മുടെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഭരണം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരുതുന്നു. നമുക്ക് തൽക്കാലം ഈ പരിപാടി പൂർത്തിയാക്കാം. നന്ദി, നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.